സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ നടപടികൾ കോടതി തീരുമാനിക്കട്ടെ എന്ന് സർക്കാരും സിപിഐഎമ്മും. കുറ്റക്കാർ രക്ഷപ്പെടരുതെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്ത് താരസംഘടന അമ്മ. റിപ്പോർട്ടിൽ പരാമർശിച്ച കുറ്റകൃത്യങ്ങളിൽ കേസെടുത്ത് അന്വേഷിക്കണമെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഇല്ല, കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും സിദ്ദിഖ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ സർക്കാർ ഇടപെട്ട് പുറത്തുവിട്ടില്ലെന്നത് കള്ളപ്രചാരണം. ഒഴിവാക്കേണ്ട ഭാഗങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സാംസ്കാരിക വകുപ്പ് വിവരാവകാശ ഓഫീസർക്ക് മാത്രം. കള്ളപ്രചാരണം ഈ യാഥാർത്ഥ്യം മറച്ചുവെച്ച്. അരവിന്ദ് കെജ്രിവാളിനെതിരെ കുരുക്കുമുറുക്കി സിബിഐ. ദില്ലി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐക്ക് അനുമതി. കെജ്രിവാളിനെതിരെ സിബിഐ അനുബന്ധ കുറ്റപത്രവും സമർപ്പിച്ചു. വയനാട്ടിൽ ദുരന്തബാധിതരിൽ നിന്നും EMI പിടിച്ച സംഭവത്തിൽ ബാങ്കുകൾക്ക് ഹൈക്കോടതിയുടെ വിമർശനം. ദുരന്തബാധിതരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ബാങ്കുകൾക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ടെന്നും കോടതി. കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13-കാരിയെ തിരികെ എത്തിക്കാൻ കേരള പോലീസ് സംഘം വിശാഖപട്ടണത്ത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി നാളെയോടെ കുട്ടിയെ കേരള പോലീസിന് കൈമാറും. കുട്ടി അസമിലേക്ക് പോകണമെന്ന ആഗ്രഹം പങ്കുവച്ച സാഹചര്യത്തിൽ മജിസ്ട്രേറ്റിന്റെ അനുമതിയും തേടും. വയനാട് ദുരന്ത മേഖലയിലെ 794 കുടുംബത്തിലെ ഒരാൾക്കെങ്കിലും തൊഴിൽ നൽകുമെന്ന് മന്ത്രി കെ രാജൻ. അതിന്റെ ഭാഗമായാണ് തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ സർക്കാർ നടപ്പാക്കി തുടങ്ങിയെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. അതിന്റെ ഭാഗമായാണ് ICC നിർബന്ധമാക്കിയതെന്നും സിനിമാ കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചതെന്നും ഗോവിന്ദൻ മാസ്റ്റർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചിലർ നടത്തുന്ന പ്രചാരണം തെറ്റെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. സ്വകാര്യതയെ മാനിച്ച് റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. മന്ത്രിസ്ഥാനം തിരിച്ചെടുത്താൽ സന്തോഷമെന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രസ്താവനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച BJP കേന്ദ്ര നേതൃത്വം. അമിത്ഷായുടെ പേര് പ്രസംഗത്തിൽ പരാമർശിച്ചതിലും നേതൃത്വം അതൃപ്തിയിൽ. വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും നേതൃത്വത്തിൽ ദുരന്തബാധിത പ്രദേശത്തെ യുവജനങ്ങൾക്കായി നടത്തുന്ന തൊഴിൽമേള ആരംഭിച്ചു. 17 തൊഴിൽദായകർ ആദ്യഘട്ടത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കോടതിയാണെന്ന് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ജഗദീഷ്. റിപ്പോർട്ടിൽ മൊഴി നൽകിയിട്ടുള്ളവർ അതിൽ ഉറച്ചുനിന്നാൽ അതിൽ നടപടി ഉണ്ടാകണമെന്നും ജഗദീഷ്. സിനിമയിൽ നിന്ന് തനിക്ക് ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെന്ന് നടി ജോമോൾ. സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പത്രത്തിലൂടെയാണ് അറിഞ്ഞതെന്നും ജോമോൾ. മലയാള സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പും ഉള്ളതായി അറിയില്ലെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. ഒരു പവർ ഗ്രൂപ്പിനും മലയാള സിനിമയെ നിയന്ത്രിക്കാനാവില്ലെന്നും സിദ്ദിഖ്. സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണത്തിനായുള്ള നടപടികൾ പൂർത്തിയായെന്ന് മന്ത്രി GR അനിൽ. സെപ്റ്റംബർ ആദ്യവാരം കിറ്റ് വിതരണത്തിനായുള്ള ക്രമീകരണം ഒരുക്കും.
വെള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്ന ത്രിപുരയ്ക്ക് ആശ്വാസമായി കേന്ദ്രത്തിന്റെ ധനസഹായം 40 കോടി രൂപയാണ് കേന്ദ്രം അടിയന്തരമായി അനുവദിച്ചത്. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും CPIM നേതാവുമായിരുന്ന ബുദ്ധദേവ് ഭട്ടാചാര്യയെ അനുസ്മരിച്ച് ബംഗാൾ. മുതിർന്ന നേതാക്കളും രാഷ്ട്രീയ ഭേദമന്യേ പ്രമുഖരും അനുസ്മരണത്തിൽ പങ്കെടുത്തു. JNUവിൽ മാധ്യമപ്രവർത്തകർക്ക് മർദ്ദനം. സെക്യൂരിറ്റി ഗാർഡുകളാണ് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് 27 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും. 35 വയസ്സുള്ള വിനോദ് എന്ന കണ്ണനെയാണ് കാട്ടാക്കട അതിവേഗ പോക്സോ കോടതി ജഡ്ജി S. രമേഷ് കുമാർ ശിക്ഷിച്ചത്. വയനാട് പ്രകൃതി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 50 ലക്ഷം രൂപ നൽകി. സ്റ്റാർ ഹെൽത്തിന്റെ MD ആൻഡ് CEO ശ്രീ ആനന്ദ് റോയ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി ചെക്ക് നേരിട്ട് കൈമാറി. വാഹന പരിശോധനയ്ക്കിടെ 7.5 ലക്ഷം രൂപ വില വരുന്ന 21 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ വെള്ളായണി സ്വദേശി ഷിജാമിനെയാണ് എക്സൈസ് പോലീസ് പിടികൂടിയത്. റെയിൽവേയിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ ഒരാൾ പിടിയിൽ. തിരുവനന്തപുരം വെങ്ങാനൂർ സ്വദേശി സന്തോഷ് കുമാറിനെയാണ് തടിയിട്ടപ്പറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊൽക്കത്ത കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് പ്രതിധ്വനി വനിതാ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ടെക്നോ പാർക്ക് ഫേസ് 1 ക്യാമ്പസിന് മുന്നിൽ സ്റ്റാൻഡ് അപ്പ് ഫോർ വുമൺ സംഘടിപ്പിച്ചു. പ്രതിഷേധം സംവിധായിക വിധു വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ചോക്കാട് കെട്ടുങ്ങലിൽ പുഴയിൽ അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ചു. 25 വയസ്സുള്ള സർജാദ് പാറയിടുക്കിൽ കുടുങ്ങുകയായിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് പുത്തൻ പീടികയിലെ വീട്ടിൽ നിന്നും കാണാതായ 71 വയസ്സുള്ള ഓമനയുടെ മൃതദേഹം കണ്ടെത്തി. പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ക്ഷേത്രത്തിന് പുറകിലുള്ള മാത്തുത്തോട്ടിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MA ഉമ്മന്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡോക്ടർ J. ദേവികയ്ക്ക് നൽകി. ഡോക്ടർ ശശി തരൂർ MP ആണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. തൃശൂർ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നേത്രദാന ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വാടാനപ്പള്ളി ഇടവകയിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് നിർവഹിച്ചു. വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി വയനാടിനായി വരയ്ക്കാമെന്ന പരിപാടി കൊല്ലം നീരാവിൽ പ്രകാശ് കലാകേന്ദ്രത്തിന്റെ 66ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നാളെ നടക്കും. കൊല്ലം പബ്ലിക് ലൈബ്രറിയിൽ 20 ചിത്രകാരന്മാർ പങ്കെടുക്കുന്ന പരിപാടി മുകേഷ് MLA ഉദ്ഘാടനം ചെയ്യും. ബംഗ്ലാദേശിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണം ഇന്ത്യയാണെന്ന ആരോപണം നിഷേധിച്ച് വിദേശകാര്യ മന്ത്രാലയം. ത്രിപുരയിലെ ഗുംതി നദിയിലുള്ള ഡംപൂർ അണക്കെട്ട് തുറന്നതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന ബംഗ്ലാദേശിന്റെ വാദം വസ്തുതാ വിരുദ്ധമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. സെപ്റ്റംബർ 1 മുതൽ മദ്യത്തിന്റെ വില കുറയ്ക്കുമെന്ന് അസം എക്സൈസ് വകുപ്പ്. ഉത്സവകാലത്ത് മദ്യവിൽപ്പനയുടെ തോത് കൂട്ടി വരുമാനം വർദ്ധിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് അസം സർക്കാരിന്റെ പുതിയ നീക്കമെന്നാണ് വിലയിരുത്തൽ. ജമ്മു കശ്മീരിലെ ലേയിൽ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 7 പേർ മരിച്ചു. അപകടത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. ലഡാക്കിലെ ദുർബുക്കിൽ വെച്ചായിരുന്നു അപകടം. ദേശീയതലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂപ്പുകുത്തുന്നതായി റിപ്പോർട്ട്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് 2023 ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ
വിദ്യാർത്ഥികളുടെ പ്രകടനം ഏറെ പിന്നിലാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ. സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ 65 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത യുവാവ് അറസ്റ്റിൽ. കർണാടകയിലെ ചിക്ബല്ലാപൂർ ജില്ലയിലുള്ള സർക്കാർ ആശുപത്രിയിലാണ് സംഭവം. 25 വയസ്സുകാരനായ ഇർഫാൻ അറസ്റ്റിൽ. വന്ദേ ഭാരത് ട്രെയിനിലെ ഭക്ഷണം സംബന്ധിച്ച് വീണ്ടും പരാതി. ഭക്ഷണത്തിൽ പാറ്റയെ കണ്ടെത്തിയതായി മുംബൈ സ്വദേശിയ യാത്രക്കാരനാണ് റെയിൽവേക്ക് പരാതി നൽകിയത്. പരാതിയുടെയും ഭക്ഷണത്തിൽ പാറ്റ ചത്ത് കിടക്കുന്നതിന്റെയും ചിത്രങ്ങൾ എക്സിൽ പങ്കുവച്ചു. ലുക്കേമിയ ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന UK മലയാളി യുവതി അന്തരിച്ചു. UKയിലെ മീഡ്സ്റ്റോണിൽ കുടുംബമായി താമസിച്ചിരുന്ന എറണാകുളം സ്വദേശിനി ബിന്ദു വിമലാണ് മരിച്ചത്. വിദഗ്ധരായ ഡ്രൈവർമാരെ ജർമ്മനിയിലേക്ക് അയക്കാൻ മഹാരാഷ്ട്ര സർക്കാർ. ഡ്രൈവർമാർക്ക് ഏകദേശം 2.5 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കും. ഈ സംരംഭത്തെ പിന്തുണയ്ക്കുന്നതിനായി മഹാരാഷ്ട്ര ജർമ്മനിയിൽ ഓഫീസും സ്ഥാപിച്ചു. ബ്രിട്ടനിലും അയർലൻഡിലുമായി 4 വർഷത്തിനുള്ളിൽ 200 പുതിയ ബ്രാഞ്ചുകൾ തുറക്കാൻ മക്ഡൊണാൾഡ്സ്. £1 മില്യൺ വികസന പദ്ധതിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ശൃംഖലയുടെ ലക്ഷ്യം. ഡ്രൈവ് ത്രൂ, നോൺ ഡ്രൈവ് ത്രൂ വിഭാഗങ്ങളിലായാണ് ശൃംഖലയുടെ വിപുലീകരണം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഫ്ലോറൽ പാർക്ക് ബെലറോസ് ഇന്ത്യൻ മെർച്ചന്റ്സ് അസോസിയേഷൻ 9ാമത് ഇന്ത്യ ഡേ പരേഡ് ത്രിവർണ്ണ പതാകയാൽ വർണ്ണാഭമായി. ന്യൂയോർക്ക് പോലീസിൽ പ്രവർത്തിക്കുന്ന യൂണിഫോം അണിഞ്ഞ ഇന്ത്യൻ വംശജരുടെ ദേശീയ പോലീസ് അസോസിയേഷൻ അംഗങ്ങളും ഇന്ത്യൻ പതാകയും അമേരിക്കൻ പതാകയുമായി അണിനിരന്നു. വയനാട് പുനരധിവാസ പദ്ധതിയിൽ പങ്കുചേർന്ന ആർട്ട് ലവേഴ്സ് ഓഫ് അമേരിക്ക. പുനരധിവാസ പദ്ധതിക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സമാഹരിച്ച തുക അലയുടെ ദേശീയ പ്രസിഡന്റ് IPC വർഗീസ് പരിമണം കേരള നിയമസഭാ സ്പീക്കർ N ഷംസീറിന് കൈമാറി. ഡാലസ് കേരള അസോസിയേഷനും ഇന്ത്യ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച ഇൻഡോർ സോക്കർ മത്സരത്തിൽ ഡാലസ് ഡൈനാമോസ് ചാമ്പ്യന്മാരായി. 8 ടീമുകളാണ് മത്സരത്തിൽ ഏറ്റുമുട്ടിയത്. റഷ്യൻ ആക്രമണത്തെ തുടർന്ന് രാജ്യം വിട്ട ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ചിലർ ഉക്രൈനിൽ തിരികെ എത്തിയതായി മുൻ പ്രധാനമന്ത്രി യൂലിയ. യുദ്ധം തുടങ്ങിയപ്പോൾ യുക്രൈനിൽ ഉണ്ടായിരുന്ന 18,000 വിദ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് മടങ്ങിപ്പോയിരുന്നുവെന്നും യൂലിയ വ്യക്തമാക്കി. തെക്കൻ ഇറ്റലിയിലെ സിസിലി ദ്വീപിൽ ആഡംബര നൗക കടലിൽ മുങ്ങി കാണാതായ ബ്രിട്ടീഷ് ടെക് വ്യവസായി മൈക്ക് ലിഞ്ചിന്റെ മൃതദേഹം കണ്ടെത്തി. 50 മീറ്റർ കടലിനടിയിൽ കിടക്കുന്ന നൗകയിലുള്ളവർക്കായി മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ നടത്തി വരികയാണ്. ഇനി കണ്ടെത്താനുള്ളത് 5 പേരെ. ഒളിക്യാമറ ഉപയോഗിച്ച് ആയിരക്കണക്കിന് കുട്ടികളുടെയും സ്ത്രീകളുടെയും നഗ്നദൃശ്യങ്ങൾ പകർത്തിയ ഇന്ത്യൻ ഡോക്ടർ ഐജസ് US-ൽ അറസ്റ്റിൽ. പകർത്തിയ ദൃശ്യങ്ങളുടെ തെളിവുകൾ ഇയാളുടെ ഭാര്യ അധികൃതർക്ക് കൈമാറിയതോടെയാണ് ഞെട്ടിക്കുന്ന കുറ്റകൃത്യം പുറംലോകം അറിഞ്ഞത്. ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അധികൃതർ സെർച്ച് വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഇസ്രയേൽ സർക്കാർ സംഘടിപ്പിക്കുന്ന അനുസ്മരണ പരിപാടികൾ ബഹിഷ്കരിക്കുമെന്ന് ബന്ദികളുടെ കുടുംബങ്ങൾ. ഇതുവരെ ബന്ദിമോചന കരാറിൽ ഏർപ്പെടാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനം. ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിൽ ഇസ്രയേൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. സൗജന്യ ബാഗേജ് വെട്ടിക്കുറച്ച നടപടിയിൽ വിശദീകരണവുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. UAE-യിൽ നിന്നുള്ള കോർപ്പറേറ്റ് ബുക്കിംഗിൽ മാത്രമാണ് മാറ്റം വരുത്തിയതെന്നും മറ്റ് GCC രാജ്യങ്ങൾക്ക് ഇത് ബാധകമല്ലെന്നും എയർ ഇന്ത്യ എക്സ്പ്രസ്.
പുതിയ അധ്യയന വർഷത്തിന്റെ ആദ്യ ദിനം സർക്കാർ ജീവനക്കാരായ മാതാപിതാക്കൾക്ക് ജോലി സമയത്തിൽ ഇളവ് പ്രഖ്യാപിച്ച UAE. ഓഗസ്റ്റ് 26 രാവിലെ വൈകി ഓഫീസിലെത്തുകയും നേരത്തെ ജോലി അവസാനിപ്പിക്കാനും കഴിയും വിധമാണ് ക്രമീകരണം. സൗദിയിലെ നവോദയ സാംസ്കാരിക വേദി ദമാമിൽ ബുദ്ധദേവ് ഭട്ടാചാര്യ അനുശോചന യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ നവോദയ പ്രവർത്തകരും ഇതര സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാല മലയാള വിഭാഗത്തിന്റെ ഈ വർഷത്തെ ഓണസദ്യ സെപ്റ്റംബർ 20 ഇന്ത്യൻ സോഷ്യൽ ക്ലബിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ. പാചക വിദഗ്ധൻ പഴയിടം മോഹനൻ നമ്പൂതിരി ഒരുക്കുന്ന സദ്യയാണ് ഈ വർഷത്തെ പ്രത്യേകത. ഇന്ത്യൻ സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജാബ്രിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ സംഘടിപ്പിച്ച പരിപാടി ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി ഹരിത് കേതൻ ഷെലാഡ് ഉദ്ഘാടനം ചെയ്തു. അബുദാബി മലയാളി സമാജം സംഘടിപ്പിച്ച അനുരാഗ് മെമ്മോറിയൽ സമ്മർ ക്യാമ്പ് വേനൽ പറവുകൾ സമാപിച്ചു. 16 ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിന് മുൻതൂക്കം നൽകിയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയ ഒമാനിലെ മബേല ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികൾ. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിലെ 2000-ലധികം വിദ്യാർത്ഥികൾ അണിനിരന്ന ആഘോഷ ചടങ്ങുകൾ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടി. വയനാട് ദുരിതബാധിതർക്ക് സൗദി എറണാകുളം എക്സ്പാട്രിയേറ്റ്സ് ഫെഡറേഷന്റെ കൈത്താങ്ങ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് പുനരധിവാസം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി 65 ഗ്യാസ് സ്റ്റൗകൾ സീഫ് വിതരണം ചെയ്തു. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണെങ്കിൽ മാത്രമേ അവസരം നൽകൂ എന്ന് പറയുന്ന സംഗീത സംവിധായകനുണ്ടെന്ന് ഗായിക ഗൗരി ലക്ഷ്മി. തനിക്കും അത്തരം മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും ആ സംവിധായകനൊപ്പം ഇനി വർക്ക് ചെയ്യില്ലെന്നും ഗായിക. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.